നമുക്കിനി സംസ്ഥാന തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്ത് ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് വിവരിക്കാൻ നമ്മോടൊപ്പം RB സനൂപ് ഉണ്ട്. സനൂപ്, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി റേഷൻ വ്യാപാരികളുടെ സമരമാണ്. ആ സമരത്തിൽ ഇന്നിപ്പോൾ കടയടച്ചു പ്രതിഷേധിക്കുകയാണ് റേഷൻ വ്യാപാരികൾ. നമുക്കിപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ റേഷൻ കട അടച്ചു കഴിഞ്ഞാൽ അത് ഈ സാധാരണ ജനങ്ങളെ വലിയ തോതിൽ ദുരിതത്തിലാക്കുന്ന, പ്രയാസത്തിലാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണൊരു കടയടപ്പ് സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾക്ക് പോകേണ്ടി വന്നത്? ഇതൊരു അനിശ്ചിതകാല സമരമല്ല എന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ കൂടിയും ഈ സമരം വേഗത്തിൽ അവസാനിപ്പിച്ച് റേഷൻ വ്യാപാരികളുടെ പ്രയാസം നീക്കാൻ സർക്കാർ സൈഡിൽ നിന്ന് ഏതെല്ലാം തരത്തിൽ ഇടപെടലുകൾ വേഗത്തിൽ നടക്കുന്നുണ്ട്? മറ്റെന്തൊക്കെ വാർത്തകൾ എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സനൂപ്? സൈഫുദ്ദീൻ, ഈ KSRTC ജീവനക്കാരുടെ കാര്യം പറയുന്നത് പോലെയാണ് റേഷൻ വ്യാപാരികളുടെ അവസ്ഥയും. അവരുടെ പ്രശ്നങ്ങൾ ഒരു ദിവസവും അവസാനിക്കുന്നില്ല. ഇന്നിപ്പോൾ കടയടച്ചുകൊണ്ട് സമരം ചെയ്യാനാണ് ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളത്. 3 പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വേതനം എത്രയും വേഗം അനുവദിക്കുക. അതേപോലെ ഓണക്കാലത്ത് പ്രഖ്യാപിച്ച ഉത്സവ ഭത്ത അത് അനുവദിക്കുക. വിതരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അതാത് മാസം തന്നെ വേതനം അനുവദിക്കുക. ഈ 3 ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ കടയടച്ചുകൊണ്ട് സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ റേഷൻ വ്യാപാരികൾ ധർണ ഇരിക്കും. എത്രയും വേഗം തങ്ങളുടെ വിഷയത്തിൽ പരിഹാരം വേണമെന്ന് തന്നെയാണ് ആവശ്യം. സർക്കാർ ഇടപെട്ട് ഇതിന് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനും റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരത്തിന് പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അതിൽ നിന്ന് ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ പിന്മാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഭക്ഷ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന ഈ സമരത്തിനോട് തങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഈ സമരം അപ്രസക്തമെന്നാണ് അവരുടെ വാദം. ഇപ്പോൾ ഇത്തരത്തിൽ കടയടച്ചുകൊണ്ടുള്ളൊരു സമരമാണ് ഇന്ന് റേഷൻ വ്യാപാരികൾ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു വാർത്തകളും തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട മുൻപത്തെ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതേപോലെ പെൻഷൻ പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷനും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഈ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി BJP നേതാവ് V മുരളീധരനും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സൈഫുദ്ദീൻ, ശരി.